6 വർഷത്തോളം പ്രണയിച്ച ശേഷം കഴിഞ്ഞ വർഷമാണ് ശ്രീവിദ്യ മുല്ലച്ചേരിയും രാഹുൽ രാമചന്ദ്രനും വിവാഹിതരായത്. തിരുവനന്തപുരത്തുകാരനും കാസർഗോഡുകാരിയും ഒന്നിച്ചതിനു പിന്നിൽ ശക്തമായൊരു പ്രണയകഥയുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ശ്രീവിദ്യയെപ്പോലെ ഒരാളെ വിവാഹം കഴിക്കുകയില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്ന ആളാണ് രാഹുൽ. എന്നാൽ ഇന്ന് ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കുന്നതായി രാഹുൽ കരുതുന്നതും ശ്രീവിദ്യയാണ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ രാഹുൽ വളരെ മനോഹരമായ ഒരു സിനിമാ കഥ പറയും പോലെ പുതിയ വീഡിയോയിലൂടെ പ്രണയകഥ വിവരിച്ചു. അതും പ്രണയകഥയിൽ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ശ്രീവിദ്യയുമായി സഞ്ചരിച്ച് അന്ന് നടന്ന സംഭവങ്ങളെല്ലാം റിക്രിയേറ്റ് ചെയ്യാനും രാഹുൽ ശ്രമിച്ചിട്ടുണ്ട്. എന്ത് കഥ പറയണമെന്ന് ചോദിച്ചപ്പോൾ പകുതിയിലധികം പേരും പറഞ്ഞത് പ്രണയകഥ പറയാനാണ്. അതുകൊണ്ട് തന്നെ ചിന്നുവിനെയും കൂട്ടി ഞാൻ ആ പ്രണയകഥ റിക്രിയേറ്റ് ചെയ്യുകയാണ്. ലവ് സ്റ്റോറിയുടെ ആദ്യ ഭാഗമാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ വീഡിയോ ആരംഭിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത 3 സ്ഥലങ്ങളിലേക്കാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആദ്യം പോകുന്നത് എറണാകുളം ഇടപ്പള്ളിയിലുള്ള ലുലു മാരിയറ്റ് ഹോട്ടലിലേക്കാണ്. ഇവിടെ വെച്ചാണ് 2018 ചിന്നുവിനെ ആദ്യമായി ഞാൻ കാണുന്നത്. ഒരാളെ കാണാൻ വേണ്ടിയാണ് ഞാനും സുഹൃത്തുക്കളും അന്ന് അവിടെ പോയത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരികെ ലിഫ്റ്റിൽ ലോബിയിൽ വന്ന് ഇറങ്ങുമ്പോഴാണ് സോഫയിലിരിക്കുന്ന എൻ്റെ കഥാനായികയെ ഞാൻ ആദ്യമായി കാണുന്നത്. അന്നൊരു പ്രേമരോഗിയായിരുന്ന എനിക്ക് ചിന്നുവിനെ ആദ്യ നോട്ടത്തിൽ തന്നെ ഇഷ്ടമായി. അന്ന് ചിന്നു ഇരുന്ന സോഫയിൽ ഇന്ന് അവൾക്കൊപ്പം ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ മനസ്സിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ലോബിയിൽ വെച്ച് കണ്ട സുന്ദരി കൊച്ചിൻ്റെ വിശദാംശങ്ങൾ ഫേസ്ബുക്കിലൂടെ ഞാൻ തപ്പിപ്പിടിച്ച് മെസ്സേജ് അയച്ചു. എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള മുഖമായിരുന്നത് കൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. ഏറ്റവും രസമുള്ള കാര്യം ഞാൻ ആദ്യമായി ചിന്നുവിനെ കാണും മുമ്പ് തന്നെ ഞങ്ങൾ ഫേസ്ബുക്ക് വഴി ഫ്രണ്ട്സ് ആയിരുന്നു എന്നതാണ്. രണ്ടുപേരും സിനിമാ മേഖലയിലായതുകൊണ്ട് നേരത്തെ ഫ്രണ്ട്സ് ആയതാകാം, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ കോഴിക്കുട്ടൻ അയച്ച റിക്വസ്റ്റുമാകാം. അങ്ങനെ ഞങ്ങൾ പരസ്പരം മെസ്സേജ് അയച്ചു തുടങ്ങി. സംസാരിച്ച് ഒടുവിൽ ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞു. നോ മറുപടിയായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ നമുക്ക് എറണാകുളത്ത് വരുമ്പോൾ നേരിട്ട് കാണാം, എന്നിട്ട് ഇതേക്കുറിച്ച് തീരുമാനിക്കാമെന്നാണ് ചിന്നു പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ വെച്ച് ആദ്യമായി നേരിൽ കാണാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ ദിവസം വന്നെത്തി. പക്ഷേ വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ പുള്ളിക്കാരിയെ എനിക്കിഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ഇറിറ്റേറ്റിംഗ് സ്വഭാവവും ഒട്ടും മെച്യൂരിറ്റിയുമില്ല. മൊത്തത്തിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ തകരാറുള്ളതുപോലെ. മാത്രമല്ല പുള്ളിക്കാരി പറയുന്നതൊന്നും എനിക്ക് തീരെ കണക്റ്റ് ആയതുമില്ല. ശേഷം ഞാൻ ചിന്നുവിനെ എവിടെ നിന്ന് പിക്ക് ചെയ്തോ അവിടെ കൊണ്ടിറക്കി. പോകും മുമ്പ് സോറി, ഇത് വർക്കൗട്ട് ആകുമെന്ന് തോന്നുന്നില്ല എന്നാണ് ചിന്നു പ്രപ്പോസലിനുള്ള മറുപടിയായി പറഞ്ഞത്. അതു കേട്ടതും സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലും ലഡു പൊട്ടി. കാരണം ചിന്നു പറയുന്നതിനും 1 മണിക്കൂർ മുമ്പ് തന്നെ ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. കിലുക്കത്തിലെ രേവതി ഓടുന്നത് പോലെയാണ് ശ്രീവിദ്യ ഓടിപ്പോയത്. അതുകൂടി കണ്ടപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചു, ഇനി എന്തൊക്കെ വന്നാലും ഈ പെണ്ണിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ലെന്ന് എന്നാണ് പ്രണയകഥയുടെ ആദ്യ ഭാഗം പങ്കുവെച്ച് രാഹുൽ പറഞ്ഞത്. സിനിമ പോലെ മനോഹരമായിരുന്നുവെന്നും ബാക്കി ഭാഗം കൂടി അറിയാൻ കാത്തിരിക്കുന്നുവെന്നുമാണ് കമൻറ്റുകൾ.